നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 മെയ് 21, 22 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ മെയ് 20 രാത്രി 10:38 PM മുതൽ മെയ് 23 വെളുപ്പിന് 2:08 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവത്തിയാകുന്നത്. പിന്നെ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് എന്നെ വാട്സാപ്പിൽ ബന്ധപ്പെടുക. ഫോൺ വിളിക്കരുത്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഓക്കെ, ആദ്യം നമുക്ക് ഭാഗ്യ നിറങ്ങൾ നോക്കാം. 21-ാം തീയതി വ്യാഴാഴ്ച മഞ്ഞ, 22-ാം തീയതി വെള്ളിയാഴ്ച ചുവപ്പ്, വെള്ള, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനവ് ഉണ്ടാകുന്നതാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം 21, 22 തീയതികളിൽ രാവിലെ 4:29 AM മുതൽ 5:17 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം 21, 22 തീയതികളിൽ. അഭിജിത്ത് മുഹൂർത്തം 21-ാം തീയതി രാവിലെ 11:53 AM മുതൽ ഉച്ചയ്ക്ക് 12:43 PM വരെയാണ്. 21-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. 22-ാം തീയതി 11:54 AM മുതൽ 12:43 PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. 22-ാം തീയതി അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്കും മന്ത്രജപങ്ങൾക്കും ക്ഷേത്ര ദർശനത്തിനും അവസരം കണ്ടെത്തുക. ഇനി രാഹുകാലം നോക്കാം. 21-ാം തീയതി ഉച്ചയ്ക്ക് 1:51 PM മുതൽ വൈകിട്ട് 3:24 PM വരെയാണ് രാഹുകാലം. 21-ാം തീയതി. 22-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 10:45 AM മുതൽ 12:18 PM വരെയാണ് 22-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇനി ഭാഗ്യ നമ്പറുകൾ. 21/5/2026 9 തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. ഈ 9 വരുന്ന ദിവസം 8-നാണ് കളി വരുന്നത്. ഓക്കെ, അപ്പോൾ 9, 8, 3, 1, 2, 5 ഇവ ഭാഗ്യസംഖ്യകളാണ്. മെയ് 21-ാം തീയതി. 22/5/2026 1 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 4, 2, 5, 6, 9 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി നമുക്ക് ഫലങ്ങൾ നോക്കാം. മേടം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യ പാദം. മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് ചൊവ്വയും ശനിയും പ്രതികൂലമാണ്. അപ്പോൾ അപകടങ്ങൾ കരുതിയിരിക്കുക. അതുപോലെ തന്നെ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ പ്രതീക്ഷിക്കാം. ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ശനിയാഴ്ച ഏഴരശനിയായതിനാൽ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവാം. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവാം. ബന്ധങ്ങൾ ഊഷ്മളമാവും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. എങ്കിലും ഇതിനൊക്കെ ഒരു പൊലിമ കുറവ് ഉണ്ടാവും. പൂർണ്ണത ഇല്ലായ്മ പ്രതീക്ഷിക്കാം. മേടൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ഇടവൻ രാശി. കാർത്തിക അവസാന 3 പാദം, രോഹിണി മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് ചൊവ്വ, സൂര്യൻ, ബുധൻ ഇവ പ്രതികൂലങ്ങളാണ്. അപകടങ്ങൾ കരുതിയിരിക്കുക. അതുപോലെ തന്നെ വീഴ്ചകൾ, തീപ്പൊള്ളൽ, പിന്നെ ശാരീരിക അസ്വസ്ഥതകൾ ഇതൊക്കെ പ്രതീക്ഷിക്കുക. ചൊവ്വ 12-ാം ഭാവത്തിലും സൂര്യനും ബുധനും ജന്മത്തിലുമാണ് നിൽക്കുന്നത്. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ശനി, വ്യാഴം, ശുക്രൻ, ചന്ദ്രൻ ഇവ അനുകൂലമാണ്.
യാത്രകൾ, ഉല്ലാസയാത്രകളും അതുപോലെ തന്നെ തീർത്ഥയാത്രകൾക്കും സാധ്യതയുണ്ട്. ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയ സാധ്യത നിലനിൽക്കുന്നു. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ. പൊതുവെ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളൊക്കെ അനുകൂലമാണെങ്കിലും പൊതുവെ ഇവർക്ക് ഒരു കാര്യങ്ങൾക്കെല്ലാം ഒരു മന്ദത പ്രതീക്ഷിക്കാം. വരവിനായാലും എല്ലാ കാര്യത്തിനും ഒരു പൂർണ്ണത കുറവ് പൊതുവെ പ്രതീക്ഷിക്കാം. ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി മിഥുനം രാശി. മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവർക്ക് ജൂൺ 2-ാം തീയതി വ്യാഴം മാറുന്നു. പക്ഷേ അതിനു മുമ്പ് തന്നെ ഒരുപക്ഷെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വ്യാഴമാറ്റത്തിൻ്റെ ഗുണഫലങ്ങൾ അനുഭവവേദ്യമാവും. പ്രത്യേകിച്ച് വ്യാഴം ഗ്രഹനിലയിൽ അനുകൂലമായിട്ട് നിൽക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ ശനിയും വ്യാഴവും ഒക്കെ അനുകൂലമായിട്ട് നിങ്ങൾക്ക് ഗ്രഹനിലയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വ്യാഴമാറ്റത്തിൻ്റെ ഗുണഫലങ്ങൾ ഇപ്പോൾ തന്നെ അനുഭവപ്പെട്ടു തുടങ്ങും. ഞായറാഴ്ച ശിവന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റം, ധനവരവ് ഇവയൊക്കെ പ്രതീക്ഷിക്കാം. എങ്കിലും ശനി, വ്യാഴം, സൂര്യൻ, ബുധൻ ഇവ പ്രതികൂലങ്ങളാണ്. അപ്പോൾ വ്യാഴമാറ്റത്തിൻ്റെ ഗുണഫലങ്ങൾ നേരത്തെ തന്നെ കിട്ടിത്തുടങ്ങുമെങ്കിലും ശനിയും വ്യാഴമൊക്കെ നിങ്ങളുടെ ഗ്രഹനിലയിൽ പ്രതികൂലമാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ അത്ര നല്ല ദിവസങ്ങളായിരിക്കില്ല. പക്ഷേ വലിയൊരു കാലഘട്ടം നിങ്ങൾക്ക് തുറന്നു കിട്ടാൻ പോവുകയാണ്. അത് ചിലർക്ക് ഇപ്പോൾ തന്നെ അനുഭവപ്പെട്ടു തുടങ്ങും. മിഥുനം രാശിക്ക് ഈ ദിവസങ്ങൾ ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇനി കർക്കിടകം രാശി. പുണർദം അവസാന പാദം, പൂയ ആയില്യം. കർക്കിടകം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. പ്രതികൂലമായി വ്യാഴവും സർപ്പവും മാത്രമാണുള്ളത്. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. 5 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. തൊഴിൽപരമായിട്ടുള്ള ഭാഗ്യം, അതുപോലെ പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യത, പിതാവിന് ഐശ്വര്യം, സന്താനങ്ങൾക്ക് നേട്ടം, അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. പിതൃസ്വത്ത് കിട്ടാം. അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റം ഉണ്ടാവും. കർക്കിടകം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി ചിങ്ങം രാശി. മകം, പൂര, ഉത്ര ആദ്യ പാദം. ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. പ്രതികൂലമായിട്ട് ശനി, സർപ്പം, ചന്ദ്രൻ ഇവ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. അഷ്ടമ ശനിയായതിനാൽ ഇവർ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് സർവവിധ സൗഭാഗ്യം, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള നേട്ടം, അത് ഇടവം, മിഥുനം മാസങ്ങളിൽ മുഴുവൻ പ്രതീക്ഷിക്കാം. തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പിതാവിന് ഐശ്വര്യം, പിതൃഗുണം, സന്താന നേട്ടം,
ബൗദ്ധിക മേഖലയിലും കലാസാഹിത്യ രംഗത്തുമൊക്കെ നേട്ടമുണ്ടാവും. പൊതുവെ ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും അല്പം നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസങ്ങൾ തന്നെയാണ്. ഇനി കന്നിരാശി. ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ചൊവ്വയും ശനിയും പ്രതികൂലമായിട്ട് നിൽക്കുന്നതിനാൽ അപകടങ്ങൾ കരുതിയിരിക്കുക. ചൊവ്വാഴ്ച മുരുകന്, ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് അത്ര മെച്ചപ്പെട്ട ദിവസങ്ങൾ ഒന്നും അല്ലെങ്കിലും ഭാഗ്യപരീക്ഷങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്. ധനവരവ് കാണുന്നു. പൊതുവെ കന്നിരാശിക്ക് 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു, 3 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. ശനിയും ചൊവ്വയും പ്രതികൂലമാണ്. ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പറയുന്നു. ഇനി തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖ ആദ്യ 3 പാദം. ഇവർക്ക് സൂര്യനും ചൊവ്വയും പ്രതികൂലങ്ങളാണ്. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. അപകടങ്ങൾ കരുതിയിരിക്കുക. ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവാം. എങ്കിലും ഇവർക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. കാരണം 7 ഗ്രഹങ്ങൾ ചന്ദ്രൻ ഉൾപ്പെടെ അനുകൂലമാണ്. ചന്ദ്രൻ, ശുക്രൻ, വ്യാഴം ഇവ അനുകൂലമാണ്. ശനിയും അനുകൂലമാണ്. അപ്പോൾ തീർത്ഥയാത്രകൾക്കും ഉല്ലാസയാത്രകൾക്കും സാധ്യത. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. ബന്ധങ്ങൾ ഊഷ്മളമാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. പൊതുവെ ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നു. ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട്. പൊതുവെ തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഇച്ചിരി ലോങ് വീഡിയോ ആണ്. അതിനകത്ത് പ്രധാനമായിട്ട് പറയുന്ന ഇതാണ്, നിങ്ങൾക്ക് തുലാം രാശിക്ക് സൗഭാഗ്യങ്ങളാണ്. പക്ഷേ അവ എങ്ങനെ നേടാം? ഓക്കെ, അത് ഉറപ്പിച്ച് നമുക്ക് ഇടിവെട്ട് സൗഭാഗ്യം എങ്ങനെ നേടാം എന്നുള്ളതാണ് അതിനകത്ത് അല്പം വിശദമായിട്ട് പറയുന്നത്. അത് കാണാൻ ശ്രമിക്കുക. തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും സൂര്യൻ, ബുധൻ, വ്യാഴം ഇവ പ്രതികൂലങ്ങളാണ്. ഞായറാഴ്ച ശിവന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും 2 ഗ്രഹങ്ങൾ അനുകൂലമായിട്ടും നിൽക്കുന്നു. ചൊവ്വ അനുകൂലമായതിനാൽ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച, നിയമപരമായ കാര്യങ്ങളിൽ നേട്ടം. പൊതുവെ വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ പാദം. ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. 5 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട്. ഇടവ മാസം മുഴുവൻ ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പിതാവിന് ഐശ്വര്യം, സന്താനങ്ങൾക്ക് നേട്ടം ഇവ പ്രതീക്ഷിക്കാം. ഭാഗ്യപരീക്ഷകൾ സാധ്യതയുണ്ട്. പിന്നെ തീർച്ചയായിട്ടും വ്യാഴം അനുകൂലമാണ്. 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ സുഖകരമായ ഒരവസ്ഥയുണ്ടാവും. വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് നേട്ടം, ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. എങ്കിലും ഇവർക്ക് കണ്ടകൻ ശനി തുടരുകയാണ്. അപ്പോൾ ശിവന്, അയ്യപ്പന്, ശനിക്ക് ശനിയാഴ്ച വ്രതമെടുത്ത് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി മകരം രാശി. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക്
വ്യാഴമാറ്റത്തിൻ്റെ ഗുണഫലങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങും. ജൂൺ 2 തീയതി വരെ കാത്തു നിൽക്കേണ്ട. പ്രത്യേകിച്ച് വ്യാഴം അനുകൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹനിലയുള്ളവർ, അവർക്ക് നേരത്തെ തന്നെ വ്യാഴം ജൂൺ 2 തീയതി മാറുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങും. ചൊവ്വ പ്രതികൂലമാണ്. അപകടങ്ങൾ കരുതിയിരിക്കുക. ഇവർ ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നു. 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും 2 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു. ഇനി കുംഭൻ രാശി, അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. വ്യാഴമാറ്റത്തിന് മുമ്പായിട്ട് കിട്ടുന്ന 4 ദിവസങ്ങളാണ്. 21, 22 മാത്രമല്ല, 23, 24 ഒക്കെ ഇവർക്ക് അനുകൂലമായിട്ടുള്ള ദിവസങ്ങളാണ്. അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്നലെ തന്നെ അത് ചെയ്തിട്ടു. അപ്പോൾ അത് കാണാൻ ശ്രമിക്കുക. ഇവർക്ക് ഈ വ്യാഴമാറ്റം വരുന്നതിന് മുമ്പ് കിട്ടുന്ന ഈ അവസരം ബുദ്ധിപൂർവം, വിവേകപൂർവം, കൗശലപൂർവം ഉപയോഗിക്കുക. ഇവർക്ക് തീർത്ഥയാത്രകൾക്കും ഉല്ലാസയാത്രകൾക്കും സാധ്യതയുണ്ട്. വാഹനലാഭം, അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടം, നിയമപരമായ കാര്യങ്ങളിൽ അനുകൂലമായ മാറ്റം, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ, സർവ്വവിധ സൗഭാഗ്യം. അതുപോലെ തന്നെ 5ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതിനാൽ, 5ാം ഭാവത്തിൽ വ്യാഴവും ശുക്രനും കൂടെ നിൽക്കുന്നതിനാൽ വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ പ്രണയ സാഫല്യം ഉണ്ടാവും. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. കുംഭൻ രാശിക്ക് ഗുണാധിക്യമാണ്. ഇവർക്ക് ശനി 7 ശനിയായിട്ട് തുടരുന്നു. അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. കുംഭൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി മീനം രാശി, പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് വ്യാഴമാറ്റത്തിൻ്റെ ഗുണഫലങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങും. പ്രത്യേകിച്ച് വ്യാഴം അനുകൂലമായിട്ട് നിൽക്കുന്നവർക്കും ശനി അനുകൂലമായിട്ട് നിൽക്കുന്നവർക്കും വ്യാഴമാറ്റത്തിൻ്റെ ഗുണഫലങ്ങൾ ഇപ്പോൾ തന്നെ അനുഭവപ്പെട്ടു തുടങ്ങും. എങ്കിലും ജന്മശനി തുടരുകയാണ്. അപ്പോൾ വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് ശനിയാഴ്ച വഴിപാട് നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് തൊഴിൽ ലാഭം അത് ഈ ഇടവമാസം മുഴുവൻ ഉണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. പൊതുവെ മീനം രാശിക്ക് 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് 3 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം നേട്ടമുണ്ടാവും. വ്യാഴം മാറുന്നതിന് തൊട്ടു മുമ്പായിട്ട് ഇവർക്ക് അനുകൂല ഫലങ്ങൾ വന്നു തുടങ്ങും. വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.